നാടകത്തിലെ ഒരു ഡയലോഗ് പറയാം. നാടകത്തിലെ ഡയലോഗ് പറയാം. നാടകത്തിലെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അഭിനയിച്ച് നിർത്തിയ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് മാർച്ച് മാസം 11 തീയതി 2019 മാർച്ച് 11 തീയതിയാണ് ലാസ്റ്റ് ഞാൻ നാടകം കളിക്കുന്നത്. ആ നാടകം നളിനാക്ഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ കൊച്ചിറ സരിക അവതരിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു. അതിൽ ഞാൻ 101 വയസ്സുള്ള ആളായിട്ട് അഭിനയിച്ചത്. 101 വയസ്സ്, 88 വയസ്സ്, 38 വയസ്സ്, അങ്ങനെ 3 കാലഘട്ടം. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാലേ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് പറയാണ്, അച്ഛൻ ഒരു ബാധ്യത, 101 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബാധ്യതയല്ലേ വീട്ടിൽ. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, ഒരിക്കലും അങ്ങനെ ബാധ്യതയല്ല. പക്ഷെ നാടകത്തിലെ കഥാപാത്രം ബാധ്യതയായി നിൽക്കുന്നു. മക്കളൊക്കെ വിദേശത്താണ്. അവർ വന്ന്, ഈ പുള്ളി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഒരുപാട് പ്രയാസത്തിലൂടെ മക്കളെയൊക്കെ സന്തോഷത്തോടെ കൊടുത്തൊരു കുട്ടനാട്ടുകാരനാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കട്ടിലേക്ക് കിടന്ന് മൂത്രം ഒഴിക്കുമ്പോൾ മകൻ വന്ന് പറയും, അച്ഛൻ എന്ത് പണിയാണ് കാണിച്ച് കട്ടിലേക്ക് കിടന്നാണ് മൂത്രം ഒഴിക്കുന്നത്. പുള്ളി പറയില്ലടാ, ഞാൻ അറിഞ്ഞില്ല, ഞാനല്ല മക്കളെന്ന് പറയും. ആര് പറഞ്ഞു? പിന്നെ ഇതെന്നാന്ന് ചോദിച്ചു ബെഡ്ഷീറ്റ് എടുത്ത് വെച്ച് പുള്ളിയുടെ മുഖത്ത് വെച്ച് ഇങ്ങനെ മണപ്പിക്കും മൂത്രം. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പുള്ളിയുടെ മകളുടെ ഭർത്താവ് കയറി വരും. ചോദിക്കും, എന്നാ അച്ഛനെ കൊല്ലാൻ ഒരുങ്ങാണോ ചോദിക്കും. ആ കൊല്ലാൻ ഒരുങ്ങാണോ എന്നുള്ള ചോദ്യം ഈ മകന് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആരും ഇല്ലാത്തൊരു സമയത്ത് അച്ഛനെടുക്കുക ക്ഷമ പറയാൻ ഈ മകൻ വരും. മകൻ വരുമ്പോൾ അച്ഛൻ പറഞ്ഞ ഡയലോഗാണ്. ആ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ഡയലോഗാണ്. എനിക്കൊരു 10,000-16,000 രൂപയ്ക്ക് മുകളിൽ ഈ ആളുകൾ സ്റ്റേജിൽ കൊണ്ടെത്തും. ആ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ ഞാൻ മരിച്ചു പോവുക. നാടകത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ മരിക്കുകയാണ്, പക്ഷേ ക്ലൈമാക്സിലാണ് എൻ്റെ അടക്ക് കാണിക്കുന്നത്. നല്ലാഷൻ ഇങ്ങനെ പുറയിൽ ചവോടെ കിടക്കും. നല്ലാഷൻ നടന്നിങ്ങനെ പ്രേക്ഷകൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത്. ശരിക്കും പറയാൻ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു കേട്ടോ. മനസ്സിലായില്ലേ? എൻ്റെ ജീവിതത്തിൽ നാടകം എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയിട്ട് ആ നാടകത്തിൻ്റെ അവസാനത്തെ ഇറങ്ങിപ്പോരിച്ച് ഞാൻ സിനിമയിലേക്ക് നടന്നു കയറിയത്. അത് അവസാനത്തെ എല്ലാ നാടകത്തിലും അങ്ങനെ കളിക്കുന്നത്. ഒരു നാടകത്തിൽ പോലും ഞാൻ ഇന്ന് വരെ സ്റ്റേജിന്റെ വെളിയിൽ വരുന്ന കഥാപാത്രം ചെയ്തിട്ടില്ല. പക്ഷെ ആ നാടകത്തിന്റെ അവസാനം നളിനാക്ഷൻ എന്ന് പറഞ്ഞ കഥാപാത്രം മരിച്ചിട്ട് അടക്കുന്നു. എന്റെ ആത്മാവ് അതിനകത്ത് ഇറങ്ങി പോരുന്നതായിട്ടാണ് നാടകം തീരുന്നത്. കർട്ടൻ തീരുമ്പോൾ, കർട്ടൻ വീഴുമ്പോൾ ഞാൻ പ്രേക്ഷകന്റെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു പോവുക. ശരിക്കും ആ നടന്ന് ഞാൻ വന്ന് കയറി സിനിമയിലേക്കാണ്. മനസ്സിലായോ? അതാണ്. അപ്പൊ ആ ഭാഗം ഒന്ന് അവതരിപ്പിക്കാം. നമ്മള് തഗ്ഗൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്, പക്ഷെ കുറച്ച് ഇമോഷണൽ ആയിപ്പോ അല്ലേ? അങ്ങനെ വെച്ചല്ലേ ഇനി പറയാൻ പോകുന്ന ഇച്ചിരി ഇമോഷണൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഇതിൽ ഒരുപാട് ലൈഫ് ഉണ്ട് അല്ലേ? അല്ല, നമുക്ക് ഈ എന്താണ് നിങ്ങൾ ചോദിക്കും പെട്ടെന്ന് ഇങ്ങനെ ഞാൻ മറുപടി പറയുകയൊക്കെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു നുണയാണെങ്കിൽ മാത്രമേ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളല്ലേ പറഞ്ഞു വരുന്നത്. സാരമില്ലടാകുവേ, സാരമില്ല. 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. പിച്ചാത്തിയാണെങ്കിലും കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. 101 കൊല്ലം തൂറിയ ചത്തിയല്ലേടാ. പിടിക്കുന്നിടത്ത് എങ്ങ് നിൽക്കുകയല്ലേടാ ഉവ്വേ. ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. മുടിയാനെ കൊണ്ട് ചാകാതിരുത്താൻ എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ തന്നെ കടിച്ചെങ്കിൽ ചാകാനേ? നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്നറിയാം. എന്നാലും അവനവൻ്റെ ബലവും മൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ. എന്തോ ചെയ്യാനാന്ന് പറ. മേലോട്ടൊന്ന് വിളിക്കണ്ടേ? അച്ഛനൊരു അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നെന്നാ കേട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അധികമൊന്നും അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ട് എന്തൊക്കെ ആക്ക് മക്കളെ. ചത്ത് കഴിയുമ്പോ എന്നെ എന്റെ കുട്ടനാട്ടി കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. എന്റെ അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ. ഇങ്ങനെ പെറ്റത് ഉറങ്ങുന്ന മണ്ണല്ലേടി. അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ എന്നാ. അത്രേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ പറ്റുന്നത്? അതായത് നമ്മളിവിടെ ചിരിച്ച് കളിച്ചു തുടങ്ങിയ ഒരു സംഭവം
തട്ടേന്ന് കിട്ടിയാന്നല്ലേ ഗുരുനാഥന്മാർ തരുന്നതൊക്കെ അല്ല നമ്മുടെ ഒന്നും ഇല്ലെന്ന്. ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിലെ അവസ്ഥ ഓർമ്മ ചെയ്തു പോകുന്നത്. എന്റെ പൊന്ന് പ്രമോദേട്ട ഇതിവിടെ ഒന്നും അല്ല. ഈ തേനിൽ ഐ മീൻ ലൈക്ക് ഇനി ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ. ഇത് പ്രേക്ഷകർ ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഫീൽ ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ദിസ് ഇസ് ഭയങ്കരം. എനിക്കൊന്നും പറയാനില്ല.